വാർത്ത മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല. പത്രം വാർത്ത തെറ്റായി പ്രസിദ്ധീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വലിയ വിവാദമായിരുന്നു. മുസ്ലിം സംഘടനകൾ ഇത് ഏറ്റെടുത്തു. പ്രതിപക്ഷം വലിയ ആരോപണമായി രംഗത്ത് വന്നു. ഇപ്പോൾ അതിൽ തെറ്റുപറ്റി പത്രത്തിന്റെ വാർത്തയിൽ എന്നാണോ വിശദീകരണം? അങ്ങനെ തന്നെയാണ്. പി വി അൻവറിനെതിരെയുള്ള വൈരാഗ്യം, പി വി അൻവറിനെതിരെയുള്ള പ്രതിഷേധം മലപ്പുറം ജില്ലയ്ക്കെതിരെ തീർക്കുന്നു, മലപ്പുറം ജില്ലയ്ക്കെതിരെ പ്രയോഗിക്കുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് PMA സലാമും പിന്നീട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ആ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജാണ് ദ ഹിന്ദുവിന്റെ പത്രാധിപർക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തും ഏതെങ്കിലും പ്രദേശത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയോ പേരെടുത്ത് പറഞ്ഞില്ല. മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന അവിടെ നിന്ന് ഈ പണം, ഈ സ്വർണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുമില്ല. സംസ്ഥാനത്ത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ നിലപാടല്ല. ഇത്തരം കാര്യങ്ങൾ, ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടല്ല. മലപ്പുറം ജില്ലയെപ്പറ്റി മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഒരിടത്തും പരാമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ ചിത്രം ആവശ്യപ്പെട്ടാണ് ഇത് സംസ്ഥാനത്ത് അനാവശ്യമായ വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാമർശം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് ഹിന്ദുവിന്റെ പത്രാധിപർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണവുമായി പ്രസ് സെക്രട്ടറി രംഗത്ത് വരുന്നു. പക്ഷെ അപ്പോഴും പാർട്ടി, നമ്മൾ നേരത്തെ പറയേണ്ടതാണ്, CPI വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരുന്നു. മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും അപ്പോൾ അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്ന ആലോചനയും ഒരു പക്ഷേ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി പാർട്ടിയുടെ കൂടി ഇടപെടൽ തന്നെയാകും. CPMന്റെ നയത്തിലും നിലപാടിലും എന്ത് മാറ്റം വന്നാലും ഇത്തരത്തിലൊരു പ്രദേശത്തെ പരസ്യമായി അവമാനിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയതെങ്കിൽ അത് CPMന് ഒരു കാരണവശാലും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ല അവർ വ്യാഖ്യാനിച്ചത്, അവർ വാർത്തയായി നൽകിയത്. അതുകൊണ്ട് അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന്റെ പത്രാധിപർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലപാടോ മുഖ്യമന്ത്രി അഭിപ്രായമോ അല്ല. ഒരു പ്രദേശത്തെയും അത്തരത്തിൽ സ്വർണം കടത്തുകാരുടെ പ്രദേശമായെന്നോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചല്ല മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. അത് നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വിശദീകരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദുവിന് കത്ത് നൽകുകയും ആ കത്ത് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതുണ്ടാക്കിയ ഡാമേജ്, തിരിച്ചടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് നടത്തുന്നത്. ഈ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ പ്രസക്തി, അതിന്റെ ഒരു CPMനുണ്ടാക്കുന്ന വലിയ തോതിലുള്ള പ്രതിരോധം നമുക്കറിയാം. ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗമടക്കം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തി, അതും മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് എന്ന ആരോപണം. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. കൊച്ചിയിൽ രമേശ് ചെന്നിത്തല പറയുന്നത് കൊച്ചിയിലും സ്വർണ്ണക്കടത്ത് നടക്കുന്നില്ലേ, ഇതിന് കൊച്ചിക്കാരെ നമ്മൾ കേന്ദ്രീകരിക്കണോ? ഇതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് തന്റെ പോലീസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ പോലീസ് നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇത്തരം സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്നാണ്. ഇപ്പോൾ ഇത് സാധാരണ നമുക്കറിയാം, ഇത്തരം ഇന്റർവ്യൂകൾ പോകുമ്പോൾ, അഭിമുഖങ്ങൾ പോകുമ്പോൾ അതിന്റെ ഓഡിയോ റെക്കോർഡ് അടക്കം സ്വാഭാവികമായും കയ്യിൽ കാണും. അതിനെ അപ്പോൾ ഈ തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും ആ മാധ്യമത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും അതിന് വ്യക്തമാക്കേണ്ടത് ഹിന്ദുവിന്റെ പത്രാധിപ സമിതിയും അവരുടെ മാനേജ്മെന്റുമാണ്. സ്വാഭാവികമായും ഇങ്ങനൊരു വാർത്ത വരുന്നു, ആ വാർത്ത താൻ ഉദ്ദേശിച്ച രീതിയിലല്ല, താൻ പറഞ്ഞ രീതിയിലല്ല, തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുക. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിക്ക് അത്തരമൊരു അഭിപ്രായമേ ഇല്ല. പിന്നെ എങ്ങനെ ഇത് വാർത്തയായി വന്നു? അങ്ങനെയെങ്കിൽ വ്യാജ വാർത്ത ദ ഹിന്ദു കൊടുത്തതാണോ എന്ന കാര്യത്തിൽ വിശദീകരിക്കേണ്ടത് സ്വാഭാവികമായും അവർ തന്നെയാണ്. അതാകും ഇനിയുള്ള ദിവസം പ്രധാനമാകുന്നത്. രജി സൂചിപ്പിച്ച പോലെ ഇത്തരം അഭിമുഖങ്ങൾ സ്വാഭാവികമായും ഓൺ റെക്കോർഡായിരിക്കും. ഇതിൻ്റെ കൃത്യമായ ശബ്ദ രേഖയെങ്കിലും ഈ റിപ്പോർട്ടറുടെ കയ്യിലുണ്ടാകും. അവർ അത് പുറത്ത് വിടും. അല്ലെങ്കിൽ വിശദീകരണം ഹിന്ദു സ്വാഭാവികമായിട്ടും ഇതിന് മറുപടി മുഖ്യമന്ത്രി ഓഫീസിൽ അവർ നൽകുകയോ അല്ലെങ്കിൽ അവരുടെ പത്രത്തിലൂടെ തന്നെ അതിന് വിശദീകരണം നടത്തുകയോ ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ അവർ അതിൻ്റെ ശബ്ദരേഖയും പുറത്തുവിടും, അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തുക എന്നുള്ളതാണ് ഒരു രീതി. അതെന്താണ് ആ പത്രം ഇനി സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ വാർത്ത ഉണ്ടാക്കിയ തിരിച്ചടി, ഡാമേജ് ചെറുതല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരിച്ചറിയുന്നു. സ്വാഭാവികമായും അത് CPMന്റെ നേതൃത്വത്തിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായാകാം അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്.
അത് ഇനി ഹിന്ദുവിൻ്റെ ഭാഗത്താണ് വിശദീകരണം ഉണ്ടാകേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ദേശിച്ച കാര്യമോ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമോ അല്ല വാർത്തയായി, വ്യാഖ്യാനങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംസ്ഥാനത്ത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, വിവാദമുണ്ടാക്കുന്നു. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുത, യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കണമെന്ന ഒരാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിന്റെ സമിതിയോട്, എഡിറ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇനിയിപ്പോൾ പത്രത്തിന്റെ പ്രതികരണം ഉണ്ടാകണം. അവിടെയാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരിക. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ ഓഫീസ് പറയുന്നത് ഇത്തരമൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മലപ്പുറം എന്ന പേരെടുത്തില്ല, ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ അഭിമുഖത്തിൽ ഇത്തരം പരാമർശങ്ങൾ വന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യവുമാണ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ